എല്ലാവർക്കും സുപ്രഭാതം. സാറന്മാരെ, ടീച്ചർമാരെ, അല്ല അടിപൊളി വള്ളിക്കൊഴിയാള ഇത് കണ്ട. ഇത് പോടാ കാണിച്ച് ഇത് കണ്ട. അല്ല അടിപൊളി സൂപ്പർ വള്ളിക്കൊഴ, കരിമ്പ് കണക്കുന്ന വള്ളികളുണ്ട് കേട്ടോ. ഇതാണ് നല്ല അടിപൊളി ചിപ്പിയുണ്ട്, പിന്നെ വലിയ ക്യാരറ്റൂരൊക്കെ ഉണ്ട് കേട്ടോ. ആരും എൻ്റെ ദേഷ്യപ്പെടുകയും ചെയ്യില്ല കേട്ടോ. ഈ 2-3 ദിവസം കൊണ്ട് വീഡിയോ ഇടാനൊന്നും പറ്റണില്ല. കാരണം മീൻ എടുത്തുകൊണ്ട് തട്ട കഴിയുമ്പോൾ മീൻ തീരണം. ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? 2 ദിവസം കൊണ്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റില്ല. മീനുണ്ട് കേട്ടോ. നിങ്ങൾ വരും, ഈ വീഡിയോ കണക്കാക്കിയാൽ മതി. കാരണം വൈകുന്നേരം വീഡിയോ ഇടാനൊന്നും പറ്റൂല, തിരക്കായോണ്ടേ. എല്ലാവരും വരും കേട്ടോ. മീനൊക്കെ ഉണ്ട്, കേരച്ചൂരയൊക്കെ ഉണ്ട് കേട്ടോ. കേരച്ചൂര, ചിപ്പി, കൊഴിയാള 5-6 ഉണ്ട്. പിന്നെ എല്ലാവർക്കും സുഖം തന്നെ. പിന്നെ 2-3 പേര് ഈ ഐസ് പൊടിക്കണത് എങ്ങനെയാണെന്ന് കാണിക്കാൻ പറഞ്ഞു. ഞാൻ ഇപ്പം കാണിച്ചു തരാം കേട്ടോ. അതായത് ഐസ് പൊടിക്കണില്ലേ, ഐസ് പൊടിക്കുന്നത് എങ്ങനെയാണ് കാണിച്ചത്. ഞാൻ ഇപ്പം കാണിച്ചു തരാം ഐസ് പൊടിക്കുന്നത് എങ്ങനെയാണ് കേട്ടോ. ഇതാണ് ഐസ് പൊടിക്കണ മിഷ്യൻ. അതാണ് ഐസ് പൊടിക്കണ മിഷ്യൻ. നമ്മൾ ഐസൊക്കെ പൊടിച്ചും എടുത്ത് അല്ലെങ്കിൽ ആരെയും പൊടിക്കണേടെ കാണിച്ചു തരാറുണ്ട്. പിന്നെ ഇത് വലിയ അത്ഭുതമൊന്നും അല്ല. പിന്നെ വേറെ എന്തൊരു വിശേഷം? എല്ലാവർക്കും സുഖങ്ങളൊക്കെ തന്നെ. ഇതൊരു കാലാവസ്ഥയിൽ കാറ്റും ചൂടും. അതാ ബോട്ടിൻ്റെ ഉള്ളറകളിൽ നിന്നും ഒരാൾ പുറത്തേക്ക് വരുന്നു. മഹാബലി വരുമ്പോൾ ചിപ്പികളുമായ ഒരു മാമൻ എന്താ വരുന്നു. ആ 2 മാമന്മാരിതാ ചിപ്പികൾ വാരിതാ കരയിലേക്ക് മന്ദം വരുന്ന ഗായ്സ്. അതാ ഒരുപാട് വള്ളങ്ങൾ ചിപ്പികളുമായ ചിപ്പികൾ. നമ്മുടെ നാട്ടിലൊക്കെ 100 രൂപയ്ക്ക് ചിപ്പി എന്നാലും മേടിച്ച് തിന്നാൻ വയ്യ. ചിപ്പികളുടെ ആവശ്യം പോലെ 200-300 രൂപയ്ക്ക് നിങ്ങൾ ചിപ്പി എന്നാൽ നിങ്ങളൊക്കെ മേടിക്കും. ഇതിൻ്റെ ആവശ്യം പോലെ ചിപ്പി വിടാം. കിലോ 100 രൂപ കൊണ്ട് തന്നെ ആൾക്കാർ മേടിക്കാൻ പറ്റും. എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ വേറെന്തൊരു വിശേഷങ്ങൾ? അപ്പോൾ എല്ലാവരും വരും വൈകിട്ട് കേട്ടാ. ഒരുപാട് നമ്മളെ മീൻകടയിലേക്ക്.